ഹലോ അസ്സലാമു അലൈക്കും. ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലേ, വീട്ടിൽ തലച്ചോറൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഉണ്ടാക്കിക്കോളിട്ടാ. അപ്പോൾ ഞങ്ങൾക്ക് പോത്തിൻ്റെ തലച്ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നിൻ്റെ തലച്ചോറാണ്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് 2-3 ദിവസമായി എഡിറ്റ് ചെയ്യാൻ നേരം വൈകിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആർക്കും ഇത്രയും ദിവസം ഇതെടുത്ത് വെച്ചോന്ന് പെരുന്നാൾ കഴിഞ്ഞിട്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാ ഫുള്ള് ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ള ഒരു പാടമായിരുത്തത്, നൂല് മാതിർത്തത്, പിന്നെ ഇതേപോലെ ബ്ലഡിൻ്റെ കട്ട, അങ്ങനത്തെ ഒക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇനി എടുത്ത് ഒഴിവാക്കിയിട്ട് നല്ല കഴുകിയതിന് ശേഷം കാണട്ടോ. അപ്പോൾ ഇത് നല്ലോണം കഴുകിയതിന് ശേഷം ഇതേപോലെ ഒരു ഓട്ടുള്ള പാത്രത്തിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കാം. ഇതിനാദ്യം തന്നെ ഞാനിതാ കുരുമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എരിവൊക്കെ കൂട്ടട്ടോ. 4 സ്പൂണോളം കുരുമുളകും, പിന്നെ ചെറിയ ജീരകം ഒരു 1.5 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണും കൂടെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളകും ചെറിയ ജീരകം നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ടൊരു 10-25 ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി തന്നെ എടുക്കുക, അതാണ് ഈ ഒരു തലച്ചോറിൻ്റെ ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇതിലോട്ടൊരു 10-15 വെളുത്തുള്ളിയും കൂടെ ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂണ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുക്കാം കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് നമ്മളെ ബ്രെയിൻ ഇട്ടെടുക്കാം. സോറി, നമ്മളെ ബ്രെയിനല്ല കേട്ടോ, പോത്തിൻ്റെ ബ്രെയിന് ഇട്ടെടുക്കാം. എന്നിട്ട് ഇതേപോലെ പീസാക്കണമെങ്കിൽ ചെറിയ പീസാക്കാം. ഇനി ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പ്. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച മസാലകളുണ്ടല്ലോ, അരച്ച് വെച്ച, അതും കൂടെ ഇട്ടുകൊടുക്കാം. എന്നിട്ട് നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യട്ടോ. ഇത് ഉടക്കണമെങ്കിൽ ഉടക്കൊക്കെ ചെയ്യട്ടോ, എന്നാലേ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ഇതേപോലെ നല്ല മസാലകളൊക്കെ എല്ലായിടത്തും ആവുന്നത് വരെ മിക്സ് ചെയ്യാം. ഇനി നേരത്തെ മസാലകൾ അരച്ച മിക്സി ഉണ്ടല്ലോ, മിക്സി ജാറ്, അതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി സ്റ്റൗവിൻ്റെ തീ ഓണാക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിമ വെച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം നമുക്ക് തുറന്നിട്ട് നോക്കാം. ഇനി നമുക്കിതാ ഒരു പാത്രത്തിൽ ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലോട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഭാഗത്ത് വെക്കാം കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റാണ് ആവശ്യം. ഉപ്പ് ഒരു നുള്ളേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. മറ്റേ മിക്സിലൊക്കെ ഉപ്പ് ഓൾറെഡി ഉള്ളതാണ്. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റിന് ശേഷം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ലൊരു കറി രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം വേവും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ വെള്ളം ഏകദേശം നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ, മുട്ട ഒന്നും ഒഴിക്കാതെ. ഷേക്കൊന്നും കൂടി ക്വാണ്ടിറ്റി വേണ്ടതുകൊണ്ട് ഞാൻ മുട്ട ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം വെള്ളം വറ്റിയതിന് ശേഷം ഇതിൻ്റെ നടുകിലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ട ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ ചിക്കി കൊടുക്കാം.
ഇനി നമുക്ക് ഒരു 2-3 സെക്കൻഡ് കൂടെ ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. മുട്ടൊക്കെ ഒന്ന് നല്ലോണം വെന്ത് കിട്ടാവുന്നതിന് വേണ്ടിയിട്ടാണത്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റിന് ശേഷം ഇതേപോലെയാണ്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയും ഇത് ഡ്രൈ ആക്കണമെങ്കിൽ ആക്കാം, പക്ഷെ ഞാനിങ്ങനെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ കുറച്ച് ടൈമും കൂടെ അടുപ്പിൽ വെച്ചിട്ട് കത്തിച്ചാൽ ഒന്നും കൂടെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെയാണ് ഇട്ടത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. ചിലർ ഇതിൽ വലിയ ഉള്ളിയൊക്കെ ചേർക്കും, അതിനെക്കാട്ടി ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ്. പിന്നെ ചെറിയ ജീരകം ഇതിൽ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് സെർവ് ചെയ്തിട്ടുള്ളത് പൊറാട്ടൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊറോട്ട നിബുവിന് കിഴി പൊറോട്ട വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവനക്കുള്ളത് തയ്യാറാക്കാൻ കേട്ടോ. അപ്പോൾ വാഴൻ്റെ ഇല വാട്ടിയിട്ട് അതിൽ ഒരു പൊറോട്ട വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ തലച്ചോറും കൂടി വെച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ കിഴി കെട്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൽ വെച്ചിട്ടാണ് കേട്ടോ അതൊന്ന് കണ്ട് ചൂടാക്കി എടുക്കണത്. അപ്പോൾ അവൻ്റെത് അങ്ങനെ സെറ്റാക്കി. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് എല്ലാവർക്കും 2 പീസ് പൊറാട്ടയും പിന്നെ ബ്രെയിനും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇതുവരെ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കമൻറ്റ് എന്തായാലും അറിയിക്കണം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.